ഹലോ, അപ്പോൾ ദേ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ MG റോഡിലുള്ള സ്ട്രീറ്റ് മെനുവിലാണേ. അപ്പോൾ കുറേ നാളായി നമ്മളിപ്പോൾ സ്ട്രീറ്റ് മെനുവിൽ ഒക്കെ ഒന്ന് വന്നിട്ട്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് പ്ലേറ്റ് എത്തിയത്. അപ്പോൾ പ്ലേറ്റ് ഇതേ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് കേട്ടോ. നല്ല ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടാണെന്ന് തോന്നുന്നു. നല്ല പ്ലേറ്റിനൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ലൈം ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ദാഹം കാരണം നമ്മൾ അറിയാതെ വെള്ളം കുടിച്ച് പോയി. ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യം എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമ്മൾ ലൈമൊക്കെ കുടിച്ചു. അപ്പോൾ ലൈമൊക്കെ കുടിച്ച് നമ്മളൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് നമുക്ക് വന്നത്. ഫസ്റ്റ് തന്നെ അതേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അൽഫാമാണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ട ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് നമ്മുടെ അൽഫാം ഒരു ക്വാർട്ടർ അൽഫാമായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ നൂൽ പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അൽഫാമിൻ്റെ കൂടെ കിട്ടുന്ന സംഭവങ്ങളാണ് നമ്മുടെ മയണൈസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കുംബർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഫസ്റ്റ് എന്തായാലും ഞാൻ നൂൽ പൊറോട്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതി കേട്ടോ. കുറേ നാളായി നൂൽ പൊറോട്ട കഴിക്കണമെന്ന് ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ പക്ഷേ മിക്കവാറും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നൂൽ പൊറോട്ടയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. അപ്പോൾ ദേ നമ്മൾ ഇന്ന് നൂൽ പൊറോട്ട വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ. അൽഫാം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ ചിക്കനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നൂൽ പൊറോട്ട അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അൽഫാമാണ് കേട്ടോ. ഒരു ക്വാർട്ടർ അൽഫാമായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ കുബൂസും മയണൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് മയണൈസൊക്കെ അതിൻ്റെ പുറത്തൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കുറച്ച് സ്പ്രെഡ് ചെയ്ത് ഒരു പീസ് കുബൂസൊക്കെ എടുത്തിട്ട് ഞാനൊരു പീസ് ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അൽഫാം നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അൽഫാമിന്. അപ്പോൾ അങ്ങനെ അൽഫാം നമ്മൾ കഴിച്ചു. അങ്ങനെ നൂൽ പൊറോട്ട അൽഫാമും ഒക്കെ കഴിച്ച് പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുക്കുംബർ ഉണ്ടായിരുന്നു കേട്ടോ. കുക്കുംബർ നല്ല ഫ്രഷ് കുക്കുംബർ നല്ല കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉപ്പോ അങ്ങനെയുള്ള സംഭവം ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രഷ് കുക്കുംബറായി അങ്ങനെ പച്ചയായിട്ട് തന്നെയായിരുന്നു കുക്കുംബർ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ ലാസ്റ്റ് ഒരു ലൈം ടീയും കൂടെ പറഞ്ഞ് നമ്മൾ അവിടുത്തെ ഫുഡ് അടിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മീൻസ് ഒരു 8 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എടപ്പള്ളി വന്നിരിക്കുകയാണ്. അപ്പോൾ എടപ്പള്ളി വന്നപ്പോഴത്തേക്കും നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അവിടെ ഹാജി അലി എന്ന് പറയുന്ന ഒരു ജ്യൂസ് ഷോപ്പിലാണ് നമ്മൾ വന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പറഞ്ഞത് ഒരു പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഗ്രേപ്പ്, ആപ്പിൾ, പിന്നെ മുസമ്പി അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ജ്യൂസായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൈനാപ്പിളും സൂപ്പറായിരുന്നു, അതുപോലെ തന്നെ ഈ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസും സൂപ്പറായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഷുഗർ ഫ്രീ ആയിരുന്നു പറഞ്ഞത് കേട്ടോ. ഈ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ ഷുഗർ ഫ്രീ ആയിരുന്നു പറഞ്ഞത്. അപ്പം തണുപ്പ് അതുപോലെ തന്നെ നമ്മൾ തണുപ്പും അതിന് കുറവ് മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജ്യൂസ് നല്ല സൂപ്പറായിരുന്നു. 2 ജ്യൂസ് സൂപ്പറായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഫ്രം കീർത്തി.